പഞ്ചാബ് കിങ്സ് RCB ഫൈനൽ പോരാട്ടത്തിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നത് പഞ്ചാബിന്റെ ബാറ്റിങ്ങിനെ തന്നെയായിരുന്നു. ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള പഞ്ചാബിന്റെ തീരുമാനം വന്നപ്പോൾ തന്നെ ഏകദേശം 25% മത്സരത്തിൽ പഞ്ചാബിന് മേൽക്കൈയായി. കാരണം ചേസിംഗിൽ മികച്ച റെക്കോർഡുള്ള ഗ്രൗണ്ടിൽ അതിലും മികച്ച റെക്കോർഡുള്ള പഞ്ചാബ് കിങ്സിന് പിഴക്കില്ല എന്ന് പലരും വിധിയെഴുതി. എന്നാൽ അക്ഷരാർത്ഥത്തിൽ RCB ബോളേഴ്സ് മികച്ച രീതിയിൽ പണിയെടുത്ത മത്സരമായിരുന്നു അത്. ആദ്യം ബാറ്റ് ചെയ്ത RCB 190 റൺസ് മാത്രമാണ് നേടിയത്. പഞ്ചാബ് ബോളേഴ്സും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അർഷദീപും ജെയ്മിസണും 3 വിക്കറ്റ് നേടിയപ്പോൾ ബാക്കി എല്ലാവരും മികച്ച പിന്തുണ നൽകി. എന്നാൽ രണ്ടാം ബാറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കൃണാൽ പാണ്ഡ്യയുടെ സ്പെല്ലുകൾ തന്നെയാണ്. 4 ഓവറിൽ, അതായത് 24 പന്തുകളിൽ 17 റൺസ് മാത്രം വഴങ്ങി 2 സുപ്രധാന വിക്കറ്റുകളാണ് പാണ്ഡ്യ നേടിയത്. അതും പ്രച്ച്ബ്രന്റെയും ജോഷ് ഇംഗ്ലിസിൻ്റെയും അതിമനോഹരമായ ക്യാച്ചുകളും ഗ്രൗണ്ടിലെടുത്തു. പിന്നീട് എടുത്തു പറയേണ്ടത് ഭുവനേശ്വർ കുമാറിനെയാണ്. 4 ഓവറിൽ 38 റൺസ് വഴങ്ങി 2 വിക്കറ്റുകളാണ് ഭുവനേശ്വർ സ്വന്തമാക്കിയത്. അതും മാർക്കസ് സ്റ്റോയിനിസിൻ്റെയും നിഹാൽ വധീരയുടെയും വിക്കറ്റുകൾ. ഈ 2 ബൗളേഴ്സിന്റെ 8 ഓവറുകളിലാണ് പഞ്ചാബ് കിങ്സ് മത്സരം പരാജയപ്പെട്ടത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ മത്സരം വിജയിക്കാമായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ പഴങ്കഥയാണെന്നാണ് പിന്നീട് RCB വിധി എഴുതിയത്. അതിമനോഹരമായ ഫീൽഡ് പ്ലേസ്മെന്റും അത്യുഗ്രൻ ബോളിങ്ങും മികച്ച ബോളേഴ്സിന്റെ എക്സ്പീരിയൻസും എല്ലാം RCB വേണ്ട പോലെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. IPL താരലേലത്തിൽ ഭുവനേശ്വർ കുമാറിനെ വാങ്ങിയപ്പോൾ പലരും പ്രൈം കഴിഞ്ഞ ഭുവനേശ്വറിനെ കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് വിധി എഴുതി. എന്നാൽ ഇന്ന് അതേ ബോളർ തന്നെയാണ് RCBയുടെ കിരീടധാരണത്തിൽ നിർണായക പങ്ക് വഹിച്ചത്. കൃണാൽ പാണ്ഡ്യയെ വാങ്ങിയതിലും ഏറെ വിമർശനങ്ങൾ RCB നേരിട്ടു. ടീമിന്റെ മെയിൻ സ്പിന്നറാക്കാൻ എന്ത് യോഗ്യതയാണ് കൃണാലിനുള്ളതെന്ന് പലരും ചോദിച്ചു. എന്നാൽ RCBയുടെ കിരീടം അതിനെല്ലാം ഒരു ഉത്തരമാണ്. ഒരു ടീമായി RCB കളിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ടീം പ്രകടനങ്ങൾ തന്നെയാണ് RCB കിരീടത്തിലേക്ക് എത്തിച്ചത്. 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചുകൊണ്ട് RCB വിജയം നേടിയത് കോഹ്ലിക്ക് ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റർ ഇമേജും ഇപ്പോൾ നൽകുകയാണ്.